അനദർ വേൾഡ് ഈസ് പോസിബിൾ. ഇത് തന്നെയാണ് സ്വപ്നം, അത് തന്നെയാണ് ആത്മവിശ്വാസം. അത് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, ലോകത്തെല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയും. ലെഫ്റ്റ് റിവൈവ് ഉണ്ടാകും, ലെഫ്റ്റ് തന്നെ ആയിരിക്കും, മറ്റൊരു ലോകമുണ്ടാകും. ചൂഷണരഹിതമായ അന്യൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു നാളെ അതുണ്ടാകണ്ടേ? അതിനെക്കുറിച്ച് സ്വപ്നം കാണാതെ എങ്ങനെയാണ് മനുഷ്യൻ മുമ്പോട്ട് നടക്കുക? അത് തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാകും. അമൃത കാണുന്ന സ്വപ്നം എന്താണ്? അല്ല, ഞാൻ കാണുന്ന സ്വപ്നം ഞാൻ ഈ പറഞ്ഞ പോലെ അനദർ വേൾഡ് ഈസ് പോസിബിൾ. ബിക്കോസ് നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്ന, ലോകത്തും നമ്മൾ കാണുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ അന്യൻ്റെ സ്വരം സംഗീതം പോലെ ആസ്വദിക്കുന്നത് വരെ എത്താനൊരു പ്രയാസമുണ്ട്. പക്ഷെ ആ ഒരു പ്രോസസ്സ് കുറച്ച് നീണ്ടതാണെങ്കിലും നമ്മളെ പ്രോസസ്സ് നീണ്ടതാണെന്ന് പറഞ്ഞാൽ ആരും ഇടയിൽ ഉപേക്ഷിച്ച് പോകില്ലല്ലോ, പോകാൻ പാടില്ലല്ലോ. അതിന് നിരന്തരമായി ഇപ്പോൾ ഇന്നലകളിൽ ആരോ ചെയ്തത് ഇന്ന് നമ്മൾ തുടരണം, അടുത്ത തലമുറ തുടരണം. പക്ഷെ നമ്മൾ എത്തുന്നത് അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ എത്തണമല്ലോ. ഈ പ്രോസസ്സിൻ്റെ പീരീഡിലും ഇതിൻ്റെ ഏറിയോ കുറഞ്ഞോ ഉള്ള ഭാഗങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അന്യൻ്റെ സ്വരം സംഗീതം പോലെ നിങ്ങൾ ആസ്വദിച്ചില്ലെങ്കിലും അന്യൻ്റെ സ്വരം കേൾക്കാനെങ്കിലുമുള്ള സ്പേസ് ഈ പ്രോസസ്സിനിടയിൽ കിട്ടുന്നുണ്ട്. അതിപ്പോഴും നടക്കും. ഇപ്പം ഞാൻ കാണുന്ന സ്വപ്നത്തിലും ഈ പറഞ്ഞതുപോലെ അതൊരു പാഴ്ക്കിനാവല്ല, നല്ല കിനാവാണത്. ആ കിനാവ് കാണുന്നവനെ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം അത് ആ കിനാവ് ഈ നമ്മുടെ ലോകത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മണ്ണിലില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ മതി, അല്ലേ? അപ്പം ഞാൻ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കത് ഉണ്ടാകണമെന്ന ആഗ്രഹമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു ലോകം, അങ്ങനെ സ്വപ്നം കാണുന്നവരില്ലാത്ത, ഇനി സമരങ്ങളില്ല, സമരസപ്പെടലേ ഉള്ളൂ എന്നാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്തം പറഞ്ഞത്. ഇനിയില്ല, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി. അങ്ങനെയാണെങ്കിലോ ജെൻസിയാണ്, ജെൻ ബീറ്റ വരുന്നു, വല്ലാതെ മാറുന്നു, പുതിയ ലോകങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ചുറ്റുപാടുകൾ ഉണ്ടാകുന്നു, പുതിയ അഭിരുചികൾ ഉണ്ടാകുന്നു. അവിടെയും ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. മറ്റൊരു ലോകം സാധ്യമാണ്, സാധ്യമായാലേ മതിയാകൂ എന്ന് പറയുന്ന പൊളിറ്റിക്സ് പല രൂപത്തിൽ പല ഭാവത്തിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഞങ്ങൾ ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശേഷമുള്ളവരും ആ ജോലി ചെയ്യും. ഒരുപക്ഷെ ഞങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആ ജോലി ചെയ്യാൻ കഴിയുന്നവർ പിന്നാലെ വരും. അതുകൊണ്ട് ആരും ഉപേക്ഷിച്ചു പോകുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. 1000 കാതങ്ങൾ പൂർത്തിയാക്കിയൊരു യാത്ര ആദ്യമായി ആരംഭിച്ചത്, ആദ്യമായി വെച്ചൊരു ചെറിയ ചുവടിൽ നിന്നാണ്. നമ്മൾ ഈ ഇരിക്കുന്ന വലിയ കെട്ടിടം പണിതുയർത്തിയത് എവിടെയോ വെച്ചാൽ ഇതിൻ്റെ മൂലയിൽ വെച്ചൊരു ചെറിയ മൂലക്കല്ലല്ലേ. അപ്പോൾ അത് തുടങ്ങാനുള്ള തീരുമാനമില്ലായിരുന്നുവെങ്കിൽ, ആ ചെറിയ മൂലക്കല്ല് വെച്ചിരുന്നെങ്കിൽ, അവിടെ നിന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ കെട്ടിടമില്ലല്ലോ, നമ്മൾ ഇരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറില്ലല്ലോ. യാത്രകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടർന്നു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അനദർ വേൾഡ് ഈസ് പോസിബിൾ. അത് തന്നെയാണ് ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അന്യനെ കേൾക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ലോകം പുലരട്ടെ, അത് കൂടുതൽ കുറ്റമറ്റതായി മാറട്ടെ. കുട്ടികളുടെ പേരിൽ ഗുൽമോഹറും ഗുൽനാർ, അതിന്റെ അർത്ഥം എന്താ? ഗുൽനാർ മാതളത്തിന്റെ പൂവാണ്. ഓ, അതാണ് ഗുൽനാർ. അറിയില്ല കേട്ടോ, ഗുൽമോഹർ മാത്രമേ അത് സോക്കോൾഡ് ആയതുകൊണ്ട്. രണ്ട് പൂക്കളാണ്. ഞങ്ങളുടെ ഒരു കോമ്രേഡ് പണ്ടൊരിക്കൽ പറഞ്ഞു, പൂക്കാല പൂന്തോട്ടാവാതിരുന്ന കൊള്ളാം. അത് കൊള്ളാം, നല്ല തമാശയാ. പൂക്കളുടെ പേരിടുന്നൊക്കെ കൊള്ളാം. ഇതൊരു പൂന്തോട്ടം. ഡിവൈഫൈഡ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്ന് സർ റിയാസാണ്. അപ്പോൾ ഇയാൾ ഷൈൻലാല് പറയാൻ ഭയങ്കര തമാശക്കാരനാണ്, ഭയങ്കര രസമാണ്. അവാർഡ് വളരെ ഗൗരവത്തിലാണ്. അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെടുത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ കൂടെ പറഞ്ഞു. എന്നിട്ട് ബാക്കിയാണ് പറഞ്ഞത്. പൂവിൻ്റെ പേരാണ് എടുത്തത്. ഇപ്പം രണ്ടാമതൊരു പൂവായിട്ടുണ്ട്, ഒരു പൂന്തോട്ടം. അപ്പൊ രണ്ടും പൂക്കളുടെ പേരാണ്. ഫ്രഷ് ഈ മനുഷ്യനെ ക്വാളിറ്റീസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, നിലർത്തി കൊണ്ടുപോകുന്നത് നമ്മൾ അന്ന് കണ്ട റഹീം അല്ല ഇന്നത്തെ റഹീം. ഒരുപാട് പേർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പോർഷൻസ്. അപ്പം നമ്മുടെ പോർഷൻ കുറഞ്ഞു പോകുമെന്ന് ഇടയ്ക്കെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നാറുണ്ടോ? കിട്ടുന്ന കറക്റ്റ് സമയത്തിന് പ്രൊഡക്റ്റീവായി കിട്ടിയാൽ മതിയോ? അത് എങ്ങനെയാണ്? എനിക്ക് കിട്ടുന്ന സമയം കിട്ടിയാൽ മതി. കിട്ടുന്നൊരു സമയം വളരെ പ്രൊഡക്റ്റീവായി നമ്മൾ ഞാൻ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തൊക്കെ നിന്ന് നമ്മൾ സജീവമായി നിന്നിരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലാവും ഈ ടൈം എന്തുകൊണ്ടാണ് പോകുന്നത്. മനഃപൂർവ്വം നമ്മളെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടില്ലല്ലോ. പിന്നെ അത് ആവശ്യമാണ് എന്നുള്ള നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് എനിക്കെന്തോ അങ്ങനെ ഒരു പരാതിയില്ല. പക്ഷെ എന്നാലും സമയം വേണമെന്നൊക്കെ ചോദിക്കും. ഇത്ര സമയം വേണം, നമുക്ക് ഇന്നത് ചെയ്യാം എന്നൊക്കെ പറയും. വളരെ കുറച്ച് സമയമാണ് കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന സമയം ഞങ്ങൾ 4 പേരും
ഓണായിരിക്കും. പക്ഷേ ഈ സഖാവിന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന പണ്ടത്തെ കാൽപ്പനികമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടല്ലോ, അത് മാറി. ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ നേരിടുമ്പോൾ ഇതല്ല നമ്മൾ അന്ന് കണ്ട കാൽപ്പനിക സ്വപ്നമല്ല, നോവൽ വായിച്ചതല്ല, സിനിമ കണ്ടതുപോലെ അല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നതല്ല. ഇപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു സഖാവ് ബന്ധം ഇല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ അന്നത്തെ ആ കാൽപ്പനികമായിട്ടുള്ള മോഹമല്ല കമ്മ്യൂണിസം, ഇന്നും കുറെ പരിവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയലൈസേഷൻ ആണ്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഇന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടോ? കൈപിടിച്ച് നടക്കുന്ന സഖാവ് എന്ന് പറയുന്ന സ്വപ്നമാണ് മനസ്സിലുള്ളത്, അതേ റഹീം എന്ന് പറയുന്ന കൂടെയുള്ള ഒരു പാർട്ണർ ജീവി, ഏത് അർത്ഥത്തിലാണ് കാണുന്നത്? എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ആ സഖാവേട് അങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറയുന്ന ഒരിക്കലുമല്ല, എനിക്കത് വലിയ ഇതുവരെയുള്ള ക്വസ്റ്റ്യനില് ഏറ്റവും ഞാൻ ഈ ക്വസ്റ്റ്യൻ ആണ് എന്ത് പറയും. അല്ലല്ല, അല്ലാതൊരു റഹീമിനെ കൈ പിടിച്ച് നടക്കുന്നവരൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വെറും റഹീം മാത്രമായി ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നാത്തത്. ഞാൻ പൂർണ്ണമായും അങ്ങനെ ഒരു കോംറേഡ്ഷിപ്പിൽ കൈപിടിച്ച് നടക്കണമെന്ന്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെ കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം അറിയാമോ? അങ്ങനെയല്ല, നമുക്കിപ്പോ അത് പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അല്ല, അത് അങ്ങനെ അതും ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ. അതും ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഞങ്ങൾ രണ്ടുപേരും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലല്ല ഞാനെങ്കിലും ദിവസത്തിലെ തുടങ്ങുന്നത് പോലെ അവസാനിക്കുന്നവരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഇവർ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പിന്നെ അതിൽ അങ്ങനെ ഒരു തോന്നലിന്റെ ആവശ്യമേ ഇല്ല. കോംറേഡ് റഹീം ആയിരിക്കുമ്പോഴും എന്റെ കൂടെ റഹീമായി തന്നെയാണല്ലോ കൈപിടിച്ച് നടക്കുന്നതും. ഞങ്ങൾ പക്ഷെ നമ്മൾ അന്ന് സ്വപ്നം കണ്ട റഹീം ഇല്ലല്ലോ. അല്ല, ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാ പഴയതുപോലുള്ള കാൽപ്പനിക ലോകത്ത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ലോകം, അങ്ങനെ ഒരു ലോകം നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ, ഇൻവിസിബിൾ ആയിട്ട് പറയുന്നത് നമ്മൾ കാണും വെറും പാഴ്ക്കിനാവല്ലേ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ തുടർച്ചയാണ് ഈ ഏരിയ. വിവാഹത്തിന് മുമ്പ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ലോകമല്ല ഒരാൾക്കുമല്ല പ്രാക്ടിക്കലി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് എന്താ പറയാ, അത് ആൾക്ക് മിസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യനെ കാതോർത്തത് എന്ന് മറുപടി പറയുന്നത് എന്നുള്ളത്. അത് എന്നോട് പറയാറുണ്ട്, നിങ്ങളോട് മിസ് ചെയ്യുന്നു. പക്ഷെ അതല്ലല്ലോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം നമുക്ക് വേറെ എന്നാൽ പിന്നെ കുറച്ച് അഭിനയിച്ച് കളയാമെന്ന് പറഞ്ഞ് കുറച്ച് നടക്കില്ലല്ലോ, നടക്കാത്ത കാര്യമല്ലേ, കാര്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ വളരെ, അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു നമ്മുടേതാ ഒരു പേഴ്സണൽ ടൈം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മിസ് ചെയ്താൽ ഞാൻ അങ്ങനെ തന്നെ പറയാറുണ്ട്. എനിക്ക് ആ ഒരു സമയം കുറച്ച് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ കൃത്യമായി ഏതെങ്കിലും ഒരു സമയത്ത്, അതിപ്പോ ഏതെങ്കിലും ഒരു ടൈം, ഇപ്പൊ അർദ്ധരാത്രി ആണെങ്കിൽ അയ്യോ അല്ല, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാറുണ്ടോ എനിക്ക് കിട്ടുന്നില്ല, ആത്മാർത്ഥമായിട്ട് പറയും. അയാള് പരമാവധി പരമാവധി ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഈ സാഹചര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, ഇതെങ്ങനെയാണ് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ചിലത് മിസ്സാകും, ചില സമയത്ത് ഗുഡ് ടൈമിൽ ഉണ്ടാകില്ല കൂടെ എന്നൊക്കെ തന്നെയാണ്. ചിലത് പേഴ്സണലി ഞാൻ മാത്രം ചെയ്യേണ്ടി വരും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകാം, പല കാര്യത്തിലാകാം, ഞാൻ ഓരോന്നെടുത്ത് പോകുന്നില്ല. ഏതായാലും ആ ഒരു അവയർനെസ് അയാൾക്ക്